Hey, hello everyone. Assalamu alaikum. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. ഷോപ്പിങ്ങിന് എന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ് ഗൈസ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പെണ്ണ് കാണാൻ പോകുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് എൻഗേജ്മെന്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് ഞാൻ ഈ വ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാക്കുവിന്റെ എൻഗേജ്മെന്റിന് വേണ്ടി ഇനി നമ്മൾ കുറച്ച് പർച്ചേസിങ്, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്മാം, ഞാൻ, കാക്കും, വാപ്പ എല്ലാവരും ഉണ്ട്. നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാടത്തു കൂടെയാണ് ഇറങ്ങിപ്പോയത്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് 2 വഴി ഉണ്ട് എന്ന് ഞാൻ പണ്ടുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പാടത്തു കൂടെ പോവുകയാണ്. ഇത് കുഞ്ഞു വഴി. മറ്റേ റോഡുള്ള വഴി കൂടെ നമ്മൾ പോയില്ല ഗൈസ്. നമ്മൾ പാടത്തു കൂടെ ഇറങ്ങി കുറച്ച് വെറൈറ്റി, കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കനല്ല, എൻഗേജ്മെന്റ് ചെറുക്കൻ. രണ്ടും വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നുമില്ല, കല്യാണ ചെറുക്കൻ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ചെറുക്കൻ. നമുക്ക് വേണമെങ്കിൽ പുതിയ ടേംസ് ഒക്കെ എടുക്കാമല്ലോ, എൻഗേജ്മെന്റ് ചെറുക്കൻ അങ്ങനെയൊക്കെ നമുക്ക്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയിൽ കയറിയിട്ട് ഇനി നമ്മൾ മണ്ണർക്കാട്ടിക്ക് പോവുകയാണ് ഗൈസ്. സൈഡ് സീറ്റിൽ ഇരിക്കാൻ വേണ്ടി വന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ എന്തൊക്കെ കാരണവശാൽ ഞാൻ നടുവിൽ പെട്ടുപോയി ഗൈസ്. ഇമ്മ അപ്പുറത്തും വാപ്പ അപ്പുറത്തുമായിട്ട് ഞാൻ നടുവിൽ പെട്ടു ഗൈസ്. അവർക്ക് എല്ലാവർക്കും എൻ്റെ അടുത്തിരിക്കണം എന്ന് ഇത്ര ആഗ്രഹമാണെങ്കിൽ ഞാൻ പിന്നെ എന്താ ചെയ്യാൻ, ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു, അല്ലാതെ എന്നെ ഇരുത്താത്തത് കൊണ്ടൊന്നും അല്ല. ഓക്കെ. പിന്നെ നമ്മൾ നേരെ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ആ ഒരു നല്ല ഡ്രസ്സ് എടുത്തിട്ട് ആ ഒരു കടമ്പ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറെക്ക് പോയാൽ മതി എന്ന് വിചാരിച്ചു. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയല്ലോ, അതിൻ്റെ അനുസരിച്ച് ഫാൻസിയും സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. എൻഗേജ്മെന്റ് ചെറുക്കനുള്ള ഡ്രസ്സ് നമ്മൾ പിന്നെയാണ് എടുക്കാൻ പോയത്. ആദ്യം തന്നെ നമ്മൾ എൻഗേജ്മെന്റ് പെണ്ണിനുള്ള ഡ്രസ്സ് എടുക്കാനാണ് ഗൈസ് വന്നിരിക്കണത്. ഡ്രസ്സ് നമുക്ക് വേഗം റെഡിയായി, നമുക്ക് കുറേ നേരം അലയേണ്ടിയിട്ടൊന്നും വന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് സെറ്റായി. പിന്നെ ഞാൻ എനിക്കുള്ളത് നോക്കാൻ നിന്നു. അങ്ങനെ എനിക്കും എങ്ങനെയൊക്കെ പെട്ടെന്ന് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തതാണ്. ഞാൻ അങ്ങനെ അലഞ്ഞ് ഏതെങ്കിലുമൊക്കെ ഒരു കടയിൽ നിന്ന് അവസാനം പോയി കണ്ണും ചിപ്പി എടുക്കണതാണ്. അങ്ങനെ അവസാനം എനിക്കും കിട്ടി ഗൈസ്. നമ്മൾ ഡ്രസ്സിൽ തന്നെ കുറേ നേരം ഇരുന്നാൽ ടൈം നല്ല വേസ്റ്റ് ആവും. നമുക്ക് ഇനിയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകേണ്ടതാണ്. ഒറ്റ ദിവസം കൊണ്ടൊക്കെ കഴിക്കണം. അങ്ങനെ എനിക്കും നമ്മുടെ എൻഗേജ്മെന്റ് പെണ്ണിനുള്ള ഡ്രസ്സ് റെഡിയായി. ഇനി നമ്മൾ ബാക്കിയുള്ളവർക്ക് സെറ്റാക്കാനാണ് ഇനി അലയാൻ പോണത്. ബ്രൈഡിന്റെ ഡ്രസ്സ് റെഡിയായാൽ പിന്നെ ഇനി ആരുടെ ഡ്രസ്സാണ് സ്വാഭാവികമായിട്ടും റെഡി ആവേണ്ടത്? നമ്മുടെ ഗ്രൂമിന്റെ. അതാണ് ഇനി നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ചെറുക്കന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മുടെ പെണ്ണിന്റെ ഡ്രസ്സിന് സെറ്റ് ആവണ പോലെ തന്നെ നമ്മുടെ ചെറുക്കനും എടുക്കണമല്ലോ. അപ്പം നമ്മൾ അതൊക്കെ നോക്കി ആ കളറിന് മാച്ച് ആവണം അതൊക്കെ നോക്കി നമ്മുടെ ചെറുക്കനും നമ്മൾ ഡ്രസ്സ് സെറ്റാക്കി. ആ ഷോപ്പിൽ തന്നെ ബാക്കി എല്ലാവർക്കും എടുത്തു. നമ്മൾ വേറെ കടയ്ക്ക് കയറി ഇറങ്ങി ടൈം വെറുതെ വേസ്റ്റ് ആക്കണ്ട കരുതി അങ്ങനെ നമ്മുടെ ചെറുക്കനുള്ളതും വാപ്പാക്കുള്ളതും കണ്ടോ, വാപ്പയൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണേ ഏതെടുക്കണത്. അങ്ങനെ വാപ്പാക്കുള്ളതും മുന്നിർക്കാക്കുനുള്ളതും ഒക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ നമുക്ക് വലിയ റോളില്ല, അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു സോഫ ഉണ്ട്. അപ്പോൾ അവിടെ പോയി സൈഡായി ഞാനും ഉമ്മി. 3 ആൾക്കും എടുക്കണത് കൊണ്ട് ഒരിങ്ങനെ ട്രയൽ ചെയ്യും പോകും, പിന്നെയും ട്രയൽ ചെയ്യാൻ പോകും, പിന്നെയും തിരിച്ചു വരും. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു, കാരണം 3 ആൾക്ക് എടുക്കണമല്ലോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ കുറച്ച് കണ്ണാടിയുടെ കളക്ഷൻ കണ്ടു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സറിയാതെ പതറി, കാരണം നമ്മൾക്ക് ഇനി കോളേജ് ട്രിപ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ നല്ല കണ്ണാടിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ അത് എടുത്തൊന്നുമില്ല ഗൈസ്, അത് വേറെ കാര്യം. പിന്നെ നമ്മൾ നേരെ പോയത് ചെരുപ്പ് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ചെരുപ്പിൻ്റെ അവിടെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നിന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തുറച്ച് നിന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെരുപ്പ് സെറ്റ് ആവണില്ല ഗൈസ്. ബാക്കിയുള്ളവർക്കൊക്കെ റെഡിയായി, എല്ലാവരുടെയും കഴിഞ്ഞു. ഞാൻ ആകെപ്പാടെ 2-3 പിടിച്ചിട്ട് ഇതെടുക്കണോ അതെടുക്കണോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെപ്പാടെ കിളി പോയി. എന്നാലും ഞാൻ അവസാനം ഏതൊരു ചെരുപ്പൊക്കെ എടുത്ത് പോന്നു. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ കാക്കൂന് വേണ്ടിയിട്ട് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലും എനിക്ക് പ്രത്യേക റോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു കണ്ണാടിയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുന്നിൽ കുറച്ച് പട്ടിഷോ ഒക്കെ ഇറക്കിയിട്ട് നമ്മൾ അവിടുന്ന് ചെരുപ്പ് എടുത്തിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഇനി നമ്മുടെ മെയിൻ ഉദ്ദേശം ഫുഡ് എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തുറച്ചൊക്കെ നിൽക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഏതാ വാങ്ങണ്ട, ആർക്ക് എന്താണ് വേണ്ടത്, ആകെപ്പാടെ കൺഫ്യൂഷനായി. വാപ്പ പറഞ്ഞു വാപ്പാക്ക് വെറുംചോറ് മതിയെന്ന്. അപ്പോൾ അത് നോക്കിയപ്പോൾ വെറുംചോറ് അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. കാരണം നമ്മൾ കുറച്ചുകൂടി നേരം വയ്ക്കും, നമ്മളിങ്ങോട്ട് സെറ്റായി വന്നപ്പോഴത്തേനും നമ്മൾ എത്തിയപ്പോഴത്തേനും കുറച്ച് നേരം വയ്ക്കും ഗൈസ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് എല്ലാവരും അവസാനം കട ബിരിയാണിയാണ് പറഞ്ഞത്. അങ്ങനെ കട ബിരിയാണി വന്നു, തൈര് വന്നു, അച്ചാർ വന്നു, വെള്ളം വന്നു, അങ്ങനെ എല്ലാം വന്നപ്പോഴത്തേനും നമ്മുടെ ചോറ് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫാൻസി വാങ്ങാനാണ് പോയത്. ഇനി മാല, കമ്മല്, വള അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടല്ലോ, ഇനി അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ കുറേ മാലകൾ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ ഡ്രസ്സിന് മാച്ചാവണ ഒരു സാധനം വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ അതൊന്ന് ഏതെടുക്കണം എന്നുള്ളതൊക്കെ അങ്ങനെ നോക്കിയിരുന്നു. ഞാനായിരുന്നു ഓരോ മാലകൾ ഇങ്ങനെ കിട്ടുമ്പോഴും ഓരോന്ന് ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കിയിരുന്നത്. നോക്കുമ്പോൾ എനിക്കിങ്ങനെ വെച്ചേക്കുമ്പോൾ എൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് വൈബായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ അല്ലാന്ന് പ്രത്യേക ഒരു നിമിഷത്തെ ഞാൻ മനസ്സിലാക്കി ഗൈസ്. പിന്നെ ഞാൻ പെണ്ണ് കാണാൻ പോണതിൻ്റെ ആ ഷോർട്ട്സ് ഇട്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർ എൻ്റെ എൻഗേജ്മെൻറ്റ് എന്നാ, എൻ്റേത് എപ്പോഴാണ്, എനിക്ക് കല്യാണമൊന്നും വേണ്ടേ, കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വൈ ആർ യു ഗൈസ് സോ ബോദർ അബൌട്ട് ദാറ്റ്? ടൈം ആകുമ്പോൾ ഒക്കെ നടക്കും.
നടക്കും, നിങ്ങൾ വിഷമിക്കണ്ട, ടൈം ആവട്ടെ, ടൈം ആവണല്ലേ ഉള്ളൂ. ഇപ്പോൾ കാക്കൂൻ്റെ എൻഗേജ്മെൻറ്റ്, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൻഗേജ്മെൻറ്റ് ഉണ്ടാവും, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ ഈ ഒരു സാധനം കണ്ടിരുന്നു. ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പേര് അറിയണവരെന്തായാലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് പേരറിയില്ല. അങ്ങനെ ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രണയവും വെച്ചിട്ട് ഞാനത് പിടിച്ച് നോക്കിയപ്പോൾ അത് അങ്ങനെ മുകളിലേക്ക് തള്ളി വരുന്നില്ല ഗൈസ്. പിന്നെ ഇത് കടേൻ്റെ ഓണർ എന്ന് പറഞ്ഞു, മോളെ അത് കേട് വന്ന സാധനമാണെന്ന്, അതുകൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് സന്തോഷമായി. എന്തായാലും എൻ്റെ ഉള്ളിൽ പ്രണയം ഇല്ലാത്തത് കൊണ്ടല്ല, അതിപ്പോൾ അതങ്ങനെ ആവാന്നത്, അത് കേട് വന്നതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി വണ്ടിയിൽ കയറിയിട്ട് ഇനി എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്, എൻഗേജ്മെൻ്റ് ആയിട്ട്. അപ്പോൾ റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ കണ്ടിട്ട് അത് സെലക്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. നമ്മൾ ആദ്യം ഡ്രസ്സും കാര്യങ്ങളും ഫാൻസിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ സംഭവം ഇതാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. അതും കൂടി കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കണ്ണാടി കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കൈ പൊന്തി ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ കുറേ നേരത്തെ ഒരു തെരച്ചിലിനൊടുവിൽ നമ്മൾ എല്ലാം സെറ്റാക്കി. അപ്പത്തിനും ഒരു 6 മണി ആ ഒരു ടൈമൊക്കെ ആയിക്കണു. അവിടെ ചായ ഒക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നതിൻ്റെ തിരക്കിൽ ഞാൻ കുറച്ച് വിട്ടങ്ങോട്ട് പോയി. ഓരവിടെ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്ന തിരക്കിലായിരുന്നു, ഞാൻ ചായ കുടിക്കുന്ന തിരക്കിലായിരുന്നു. ചായ കണ്ടാൽ ഞാൻ അവിടെ വീഴും ഗൈസ്. അതുകൊണ്ട് പിന്നെ ഞാൻ 2 വട്ടമൊക്കെ ഞാൻ വാങ്ങി കുടിച്ചിട്ടുണ്ട്. ചായ അല്ലേ, എന്ത് ചെയ്യാനോ. സോറി ഗൈസ്, ചായ അല്ല കോഫിയാണ്. ഞാൻ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ മാറിപ്പോയതാ. കോഫി ആയാലും ചായ ആയാലും എനിക്ക് എല്ലാതും ഇഷ്ടമാണ്. ഞാൻ 2 വട്ടമൊക്കെ വാങ്ങി കുടിക്കും. അങ്ങനെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി നമ്മുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമുക്ക് പരിപാടികളൊന്നുമില്ല. നമ്മുടെ പർച്ചേസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു, ഒക്കെ ഷടപടെ സൂപ്പറായിട്ടൊക്കെ കഴിഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങാനും പുറപ്പെടാനൊക്കെ പോണത് എൻ്റെ എക്സാമിൻ്റെ സ്റ്റഡി ലീവിൻ്റെ ആ ടൈമിലാണ്. അതിൻ്റെ ഇടയിലായിരുന്നു നമുക്ക് ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. മാത്രമല്ല കുറേ പേര് എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ എവിടെയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമ്മളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണതായിരിക്കും. എല്ലാത്തിനും അതിൻ്റെതായ ടൈം ഉണ്ട് ദാസ്. അപ്പോൾ ഉടനെ വൈകാതെ തന്നെ ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണതായിരിക്കും, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എല്ലാം ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ റെഡിയായി. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ പിന്നെയും വേറൊരു ദിവസം പോയിട്ട് പിന്നെയും അന്നത്തെ ദിവസം ഫുള്ള് പോകും. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ ഒക്കെ റെഡിയായി. എന്തായാലും അതിലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു 6:30 മണി 6:00 ആയിട്ടാണ് നമ്മൾ എല്ലായിടത്തും ഇറങ്ങിയൊക്കെ റെഡി ആയി കഴിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടിയിലൊക്കെ കയറി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയപ്പോഴത്തേനൊക്കെ തന്നെ ഒരു 7 മണി ഒരു 7:30 ആ ഒരു ടൈം ആയിക്കണമെന്നാണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം. കാരണം ഈ വീഡിയോ എടുത്തിട്ട് കുറേ ആയിക്കോണം, എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ സ്റ്റഡി ലീവിൻ്റെ ഇടയിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നിരുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ എൻ്റെ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ശരിയാക്കണത്. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യാനും ഇങ്ങനെ ബാക്കിൽ വോയിസ് ഓവറൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ എടുത്ത സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് നമ്മുടെ എൻഗേജ്മെൻറ്റ് വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ഒട്ടും പരിഭ്രാന്തപ്പെടേണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബൈ.